ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്രാവശ്യത്തെ ഇത് സ്പെഷ്യൽ സ്വീറ്റ് ഗുലാബ് ജാൻ ആയിരുന്നു. റെഡിമെയ്ഡ് മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാൻ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തത് MCRൻ്റെ 175 ഗ്രാമുള്ള ഒരു പാക്കറ്റാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് തുടച്ചുണക്കിയ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാൽ കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. തണുത്ത പാലായിരിക്കരുത്, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എടുക്കേണ്ടത്. പാൽ കൂടി പോവാതെ ശ്രദ്ധിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. പാൽ കൂടി പോയി വെച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ആ പാകത്തിന് മാത്രം പാലൊഴിച്ച് കുഴച്ചെടുക്കുക. ഇതൊരു ഒട്ടുന്ന പാകമാകുമ്പോൾ കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് ഇതൊന്നും കൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കിയിട്ട് നമുക്കിത് കുറച്ച് സമയത്തേക്ക് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പാനിയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തത് 1/2 കിലോ പഞ്ചസാര. നമ്മൾ ഏത് കപ്പ് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര എടുക്കുന്നത് അതേ ഗ്ലാസ് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് 5-6 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരുവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ റോസ് വാട്ടറും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ കിട്ടും. പക്ഷേ എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർക്കാതെ ഏലക്ക മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്ന് ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ, കമ്പി പരുവൊന്നും ആകണ്ട, ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടയാവാതെ നല്ലപോലെ സിറപ്പായിട്ട് തന്നെ നിൽക്കും. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ട് തിരിച്ച് വരാം. കൈ നല്ലപോലെ കഴുകി തുടച്ച് കയ്യിൽ അല്പം നെയ്യാക്കിയിട്ട് മാവിനൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ അരിനെല്ലിക്കയില്ലേ അതിൻ്റെ വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കണം. ഒട്ടും വിള്ളലില്ലാതെ ഉരുട്ടിയെടുക്കണം. അപ്പോഴേ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിപ്പോവാതെ നല്ല ഗുലാബ് ജാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ശരിക്കും ഈ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് 35 ഗുലാബ് ജാൻ കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയൊന്നും കിട്ടിയില്ല. ചിലപ്പോൾ ഉരുളകൾ വലുതായതുകൊണ്ടാവാം 28 കിട്ടുന്നത്. അപ്പോൾ എണ്ണ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറിയ ഉരുളകളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കാൻ. എണ്ണ ഒരുപാട് ചൂടായി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് ചൂടാകുമ്പോൾ എണ്ണയ്ക്കനുസരിച്ച് ഒരു 6-7 ഗുലാബ് ജാൻ ഇട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇടുമ്പോൾ എണ്ണയിൽ താന്നിട്ടായിരിക്കും കിടക്കുന്നത്, പതുക്കെയായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. അതാണ് ഈ എണ്ണയുടെ ചൂടിൻ്റെ പാകം പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ വശവും ഒന്ന് വെന്ത് കിട്ടുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടെ പൊരിച്ചെടുക്കുക. ഇത് 3-4 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര പാനി ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ പഞ്ചസാര പാനിനെ ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാൻ പതുക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ പഞ്ചസാര പാനിയുടെ ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് വീർത്ത് വരും. പിന്നെ നമ്മൾ അധികം ഒന്നും പഞ്ചസാര ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ സിറപ്പ് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു രാത്രി മുഴുവൻ വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ വീർത്ത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ചൂടാറിയപ്പോൾ ടേസ്റ്റ് ചെയ്യാനെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നതെന്ന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.